ഹലോ നമസ്കാരം. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സ്ലൈസ് ഓഫ് ഹെവൻ ആണ് കേട്ടോ ഇത്. സ്ലൈസ് ഓഫ് ഹെവൻ കുറേ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒറിജിനൽ ഫോമിൽ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് സന്തോഷത്തിൻ്റെ ഒരു കാരണം. പിന്നെ ഇത് കഴിച്ചവർക്ക് കിട്ടേണ്ട സന്തോഷത്തെയും സംതൃപ്തിയും കുറിച്ചൊക്കെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ളൊരു ഫീഡ്ബാക്കും കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ സന്തോഷത്തിൻ്റെ ഏത് പീക്കിലായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. എപ്പോഴോ എൻ്റെ മനസ്സിൽ ഉണ്ടായൊരു ഡ്രീമാണ് ഈ കാണുന്ന ഡെസേർട്ട് സ്ലൈസ് ഓഫ് ഹെവൻ. നമ്മളെ മനസ്സിലാണല്ലോ ആദ്യം എല്ലാം ജനിക്കുന്നത്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കി വർക്ക് ചെയ്യും. അങ്ങനെ ആ പ്രോസസ്സും കൂടെ തീർന്നിട്ട് ഇതിൻ്റെ ആദ്യത്തെ ബൈറ്റ് ഞാൻ എടുത്ത് ആ ഒരു മൊമെൻ്റ് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടതിനേക്കാളും രുചിയുള്ള ഒരു ഡെസേർട്ടാണ് അന്ന് എൻ്റെ മുമ്പിൽ ജനിച്ച് വീണെന്ന് പറയാം. ഇതിന് എന്താ പേര് കൊടുക്കുക എന്നുള്ളത് എനിക്ക് അധികമൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ മുമ്പിൽ കണ്ട സ്ലൈസ് ഹെവൻലി ഫീലാണ് എനിക്ക് തന്നതെങ്കിൽ അത് എൻ്റെ സ്ലൈസ് ഓഫ് ഹെവൻ തന്നെയാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ പേര് ഇട്ടു, സ്ലൈസ് ഓഫ് ഹെവൻ. ഇതാണ് എൻ്റെ പ്രൈഡായിട്ടുള്ള എൻ്റെ എന്താ പറയണ്ടേ, ഡ്രീം കം ട്രൂ ആയിട്ടുള്ള സ്ലൈസ് ഓഫ് ഹെവൻ. സ്ലൈസ് ഓഫ് ഹെവൻ ഞാൻ പിന്നീട് കുറേ തവണ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ വേർഷൻ, ഈ കാണുന്ന പോലത്തെ വേർഷൻ വളരെ കുറച്ച് സമയം മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റൊന്നുകൊണ്ടുമല്ല, ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ട ശേഷം തന്നെ എന്നോട് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഒരു ഡെസേർട്ടാണിത്. പക്ഷേ പ്രൈസായിരുന്നു എല്ലാവർക്കും പ്രശ്നം. അങ്ങനെ കുറേ പേർക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാനതിന് ടബിലേക്ക് ഒരു ചെറിയ പോർഷൻ ഡെസേർട്ടായിട്ട് മാറ്റാൻ തുടങ്ങിയത്. അങ്ങനെ കുറേ പേര് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പം കേക്ക് ഫോമിലേക്കും ഞാൻ ഇതേ ഫില്ലിങ് കൊടുത്തിട്ടുള്ള കേക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ള തന്നെയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം കാരൻ്റെ ചേച്ചിയാണ് ക്യാതി എന്നെ കോണ്ടാക്ട് ചെയ്തു. ക്യാതിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മുടെ വേറെ കുറച്ച് കേക്ക്സൊക്കെയാണ് ആദ്യം ഡിസ്കഷനിൽ വന്നത്. പിന്നെ എങ്ങനെയോ അത് സ്ലൈസ് ഓഫ് ഹെവനിലേക്ക് എത്തി. സ്ലൈസ് ഓഫ് ഹെവൻ്റെ കേക്ക് ഫോം ആയിരുന്നു ആദ്യം കണ്ടിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചത്. അപ്പം ഞാൻ ആദ്യം ചെയ്ത ഒറിജിനൽ ഫോമിലെ വീഡിയോ ആൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ചോദിച്ചു, എനിക്ക് ഇത് ചെയ്തു തരുമോ, ഇത് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇതേ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത്. ഒരു ഹോം ബേക്കറിൻ്റെ നിന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രോഡക്റ്റ് ആണെങ്കിലും വാങ്ങിച്ച് കഴിയുമ്പോൾ, പേയ്മെൻറ്റും ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് പോകുന്ന ആളുകൾ കുറേ പേരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മൾ ഹോം ബേക്കേഴ്സ് ഏത് പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും പേയ്മെൻറ്റിനും അപ്പുറത്ത് പ്രതീക്ഷിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അതിൻ്റെ ഫീഡ്ബാക്ക്. അത് തരുന്ന എനർജിയും കോൺഫിഡൻസും ഒന്നും ചില്ലറയല്ല കേട്ടോ. മാത്രമല്ല അതൊരു ഉത്തരവാദിത്വം, ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. അടുത്ത വർക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ.